വന്ന് ഇപ്പോൾ എല്ലാ ദിവസവും ഹർത്താലാണ്. ഹർത്താൽ നടത്താൻ ആരാണെന്ന് എന്താണെന്ന് അറിയാൻ ആൾക്കൊരു താല്പര്യമില്ല. പക്ഷെ എന്താ ഒരു അവസ്ഥ. ആ കിട്ടിയാടാ. വേണ്ട ഞാൻ ഒഴിച്ചോളാം. നീ വെറുതെ ഡ്രസ്സ് എടുക്കാൻ കണ്ടു. ആ എടാ നിന്റെ ഷർട്ടിൽ എന്നാ പറ്റി? പിടിച്ചേ നമ്മുടെ അടുക്കളയിലെ ചാരം പറ്റിയതാണ്. അമ്മ ഞാനൊന്ന് മാറ്റി വെച്ചു. ചേച്ചി ഇത് നടക്കും. കാരണം അവരായിട്ട് താല്പര്യം കാണിച്ചതല്ലേ, ഇത് നടക്കും. നടന്നാ മതിയായിരുന്നു മോനെ. അമ്മ പോവാണ്. പോയിട്ട് വരാം ചേച്ചി. ചേട്ടാ ടൂത്ത് ബ്രഷ് ഉണ്ടോ? ഞാൻ എടുത്തോട്ടെ. എടുത്തോ. എത്രയായിട്ടാ? 20 രൂപ. വേറൊന്നും വേണ്ടല്ലോ. വേണ്ട ഏട്ടാ. താങ്ക് യു ഏട്ടാ. ശരി ചേട്ടാ ഒരു ഇന്റർവ്യൂ ഉണ്ട് നാളെ. അപ്പോൾ ഐ ഡി കാർഡുണ്ടോ? അഡ്രസ്സ് ഒന്ന് ഫില്ല് ചെയ്യണേ. ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഇല്ല ഏട്ടാ. ഇവിടുത്തെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കംപ്ലൈൻ്റ് ആണല്ലോ. ഇവിടെ അടുത്തൊരു കടയുണ്ട്. ഇത് അവിടെ അടുത്ത് തന്നെയാണ്. ഒന്ന് അവിടെ ഒന്ന് എടുത്തിട്ട് വന്നാലും മതി. ചേട്ടാ നിങ്ങളുടെ ഐ ഡിയുടെ കോപ്പി തന്നില്ല. ആയിക്കോട്ടെ. അതെ ഒരു സെക്കൻഡ് നിൽക്കും. ഈ കുട്ടിയുടെയും കൂടെ ഒന്ന് കോപ്പി എടുത്തു കൊടുക്കും. മനീഷേ ഒരു റെന്റ് അഡ്വാൻസ് ഉണ്ട്. 700 രൂപ. പൈനപ്പ് വരും. ഒന്ന് റൂം കാണിച്ചതേ. ഇത് സൈൻ ചെയ്തേക്കണേ. ഞാൻ റൂമിലേക്ക് എത്തിച്ചു. എടാ നീയേ ഈ കൊച്ചിന് 8 നമ്പർ റൂമുണ്ട് കാണിച്ചോ. അല്ല അത് ക്യാൻസൽ ആയിട്ടുണ്ട്. ഞാൻ ഐ ഡി കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട് തന്നെ തരാൻ വേണ്ടി വന്ന്. പറയടി. വിസ വന്നിട്ടുണ്ട്. 2 ആഴ്ച സമയമുണ്ട്. അതിനുള്ളിൽ കയറി പോകണം. ഏജൻസിക്കാരുടെ നമ്പറല്ലേ അത് ഞാൻ നിനക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞേക്കാം. ഇല്ലടി അവള് ഞാൻ താമസിക്കുന്നതിന് കുറച്ചും കൂടി ദൂരത്താണ്. പിന്നെ വേറെ എന്താ വിശേഷം? പിന്നെ എടി നിന്റെ മനുവിനെ വിട്ടുപോകാനുള്ള സങ്കടമൊക്കെ മാറിയോടി? പോയോ? നീ പേടിക്കണ്ടടി. നീ പോയാലും അവന്റെ കാര്യമൊക്കെ ഞാൻ ഇതുപോലെ തന്നെ മനുവിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാം. നീ നോക്കിക്കോളൂന്ന് പോരെ? അയ്യോ ഡോക്ടർ റൗണ്ട്സിന് വരുന്നുണ്ടേ. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ശരി ശരി. ശരി എന്നാ.
നിനക്ക് ഒരു സങ്കടവും ഇല്ല മനു? ഇന്റർവ്യൂ ലേറ്റായോ? നീ ഇതിനൊക്കെ എങ്ങനെ വിളിച്ചെടുക്കണ്ട? തനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ 2 വർഷം നടന്നിട്ടാ ഞാൻ അവളെ വളച്ചെടുത്തത്. നീ ഇതൊക്കെ പറയുമ്പോഴേ ആ കൂടി എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പുറത്തറിഞ്ഞ അയ്യണ്ണ കേസ്. ഇപ്പൊ തന്റെ ടെൻഷനൊക്കെ മാറി. നീ എങ്ങനെയാ പെൺപിള്ളേർക്ക് ഇങ്ങനെ വളച്ചെടുക്കണേ? ബിനിച്ചേട്ടാ, നമ്മളീ പെൺപിള്ളേരെയൊക്കെ ചുമ്മാ സ്നേഹിച്ചാൽ മതി. പിന്നെ നമുക്ക് അവർ എന്തും തരും. എന്തും തരും? എന്തും തരും. ഈ കനകം മൂലം കാമിനി മൂലം അങ്ങനെ എന്തോ ഇല്ല പണ്ട്. കനകം മൂലം കാമിനി മൂലം കല അങ്ങനെ എന്തോ. അതൊക്കെ പണ്ട്. ഇപ്പോഴേ ഈ കാമിനിമാര് മൂലേ ശാരീരിക സുഖം, മാനസിക സുഖം, പിന്നെ സാമ്പത്തിക സുഖവും. ആഹാ, അങ്കിളിനാണോ? സുന്ദരി കുട്ടിയാണല്ലോ. താനതിന് എന്നെ പെണ്ണ് കാണാൻ വന്നതല്ലോ. കൊച്ചു ഭയങ്കര സ്മാർട്ടാണല്ലോ. മാങ്ങ ചന്ദ്രക്കാരനോ? അല്ല, മാങ്ങേ നല്ല മധുരമുണ്ട്. അശ്വതിയുടെ മാനസികാവസ്ഥ എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവും. കാരണം വീട്ടുകാർക്ക് നാണക്കേട് വരുത്തി വെച്ചിട്ട് എനിക്ക് ജീവിക്കണ്ടെന്ന് ഒരു കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത ഒരു പെങ്ങടാങ്ങളെ ഞാൻ. കഴിഞ്ഞില്ല ഇതുവരായിട്ട്. ഇതിനിടെ കല്യാണം കഴിഞ്ഞ് പറയാനൊന്നും കാണത്തില്ല. ഇനിയിപ്പം നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും വിളിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അല്ല, അത് നമ്മളെ തീരുമാനിക്കണ്ടേ? അങ്ങനെ ഒരു കാര്യം ചെയ്യും, നമുക്ക് വാ മോളെ. എന്തിനാണ് ഇത്രയും ഗൗരവം?
എടോ താൻ എന്തായാലും എല്ലാം എന്നോട് തുറന്നു പറഞ്ഞില്ലേ, പിന്നെന്താ? എന്നെ പെണ്ണ് കാണാൻ വരുന്ന എല്ലാവരോടും ഞാനത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കല്യാണം നടക്കാത്തത്. അതെനിക്കറിയാം. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ടാണ്. അശ്വതി, താനിങ്ങനെ ടെൻഷനാവാൻ തന്നെ ചതിച്ച മോനെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? എന്തോടെ പോകണ്ടേ? ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ഇനി അടുത്ത ആഴ്ച നമുക്ക് കുഴപ്പമൊന്നും നമ്മുടെ വീട്ടുകാരൊന്നും ഏകദേശം ഒരു ധാരണയിലെത്തി. അന്നേരം ആലോചിക്കാം. തനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ പോട്ടെ. അതെ, തനിക്ക് പറയാനുള്ളതെല്ലാം താൻ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഞാൻ. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ഇയാള് സ്മോക്ക് ചെയ്യോ? അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നുമല്ല. ഫ്രണ്ട്സൊക്കെ കൂടി വല്ലപ്പോഴും. ചെയിൻ സ്മോക്കറൊന്നും അല്ല കേട്ടോ. എന്തേ? സോറി, സ്മോക്ക് ചെയ്യുന്ന ഒരാളെ അയ്യോ വീണേന്. രണ്ടും വേണം. ഒരു മിനിറ്റ്.